ഇറാഖിൻ്റെ തന്നെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള സദാം ഹുസൈൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു ഇറാഖിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? അതുപോലെ തന്നെ എന്തായിരിക്കും അദ്ദേഹം ഈ ഒരു ഇസ്രയേൽ പാലസ്തീനി സംഘർഷത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് എന്തായിരിക്കും? അദ്ദേഹം എങ്ങനെയൊക്കെ തന്നെ ഈ ഒരു സംഘർഷത്തിൽ ഇടപെടും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇറാഖിൻ്റെ 5ാമത്തെ പ്രസിഡൻ്റായിട്ടാണ് 1979 സദാം ഹുസൈൻ സ്ഥാനമേൽക്കുന്നത്. 2003 അമേരിക്കയും സഖ്യസേനയും കൂടെ ഇറാഖിലേക്ക് അതിക്രമിച്ച് കയറുകയും അവിടുന്ന് സദാം ഹുസൈനെ പുറത്താക്കണമെന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ, അതായത് അവർ കാരണമായി പറഞ്ഞിരുന്നത് ഇറാഖിൻ്റെ കയ്യിൽ മാസ് ഡിസ്ട്രക്ഷൻ, അതായത് വളരെയധികം നാശകരമായിട്ടുള്ള വെപ്പൺസ് ഉണ്ട് എന്നൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഇറാഖിലേക്ക് കയറുന്നതും അതുപോലെ തന്നെ സദാം ഹുസൈനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതും. 2003 ഡിസംബർ 13 സദാം ഹുസൈൻ പിടിയിലാകുകയും 2006 ഏകദേശം കറക്റ്റ് പറഞ്ഞാൽ 2006 ഡിസംബർ 30 അദ്ദേഹത്തെ തൂക്കിലേറ്റുകയും ചെയ്തു. സദാം ഹുസൈനെ അന്യായമായിട്ടാണ് വധിച്ചത് എന്ന് ആരോപിച്ചുകൊണ്ട് നിരവധി രാജ്യങ്ങളിലാണ് പ്രതിഷേധം അരങ്ങേറിയത്. തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയിലും അത് സംബന്ധിച്ച് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്നിപ്പോൾ സദാം ഹുസൈൻ ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് 88 വയസ്സാകുമായിരുന്നു. അതായത് അദ്ദേഹം ജനിച്ചത് 1937 ഏപ്രിൽ 28 ഇത്രയും കാലം രാഷ്ട്രത്തലവനായിരിക്കുക എന്ന് പറയുന്നത് ഒരു കഠിനമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ലോക നേതാക്കളെ തന്നെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിക്ക് 85 വയസ്സായി. തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോൾ നല്ല ചുറുചുറുക്കോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രയേലിനെ പോലുള്ള ഒരു രാജ്യത്തോട് എതിർത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തീർത്തും ഒരു ഭാവനാത്മകമായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ സദാം ഹുസൈൻ ഉണ്ടായിരുന്നെങ്കിൽ വളരെയധികം മാറ്റങ്ങൾ ഈ ഒരു മിഡിൽ ഈസ്റ്റ് മേഖലയിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചേനെ. എന്നും എല്ലാ കാര്യത്തിനും പലസ്തീന് വേണ്ടി നിലപാടെടുത്തിട്ടുള്ളൊരു വ്യക്തിത്വമാണ് ഈ സദാം ഹുസൈൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പാലസ്തീൻ ജനങ്ങൾ, അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരവസ്ഥ ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്നാൽ ഏറ്റവും കൂടുതൽ അത് ഒരു തലവേദനയായി തീരുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് തന്നെയായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവരുടെ ഏറ്റവും വലിയ എതിരാളിയായിട്ട് കാണുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇറാനാണ്. എന്നാൽ അവിടെ നിന്നൊരു ഷിഫ്റ്റ് ഉണ്ടായിട്ട് അത് തീർച്ചയായിട്ടും സദാം ഹുസൈൻ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ലീഡറിൻ്റെ അടുത്തേക്ക് പോകും. അതായത് അവരൊരു എതിരാളിയായിട്ട് പിന്നെ കാണുക, ഏറ്റവും വലിയ എതിരാളിയായി കാണുക സദാം ഹുസൈൻ എന്ന് പറയുന്ന ആ നേതാവിനെ ആയിരിക്കും. കാരണം നമ്മളൊന്ന് ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും 1980 ആ കാലഘട്ടങ്ങളിലൊക്കെ ഇറാഖ് എന്ന് പറയുന്ന രാജ്യം വളരെ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. അത് സാമ്പത്തികപരമായി തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു മുന്നേറ്റമായിരുന്നു ഇറാഖ് ആ കാലഘട്ടങ്ങളിൽ കാഴ്ചവെച്ചിരുന്നത്. എന്നാൽ അത്തരമൊരു മുന്നേറ്റം ഇന്ന് കാഴ്ചവെക്കാൻ, ആ തുടർച്ചയായിട്ട് ഇന്ന് വരെ അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ ഒരു പക്ഷേ അവരൊരു സൂപ്പർ പവറായിട്ട് തന്നെ എമർജ് ചെയ്തേനെ. അങ്ങനെ എമർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇസ്രയേലിന് തന്നെയായിരിക്കും ഏറ്റവും വലിയ ഭീഷണിയായിട്ട് വരിക. കാരണം ഈ ഇസ്രയേലും ഇറാഖും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. ഏകദേശം ഒരു 920 കിലോമീറ്ററോളമേ ഇവർ തമ്മിലുള്ളൊരു ദൂരം വരുന്നുള്ളൂ. നമുക്ക് ഈ മാപ്പിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു 2 രാജ്യങ്ങൾക്കും ഇടയിലായിട്ടാണ് ജോർദാൻ എന്ന് പറയുന്ന രാജ്യം വരുന്നത്. അതായത് ഇവർ തമ്മിൽ അതിർത്തിയൊന്നും പങ്കിടുന്നില്ല. അതായത് ഇസ്രയേലും ഇറാഖും തമ്മിൽ അതിർത്തിയൊന്നും പങ്കിടുന്നില്ല എങ്കിൽ കൂടിയും ഒരു രാജ്യം മാത്രമേ ഈ 2 രാജ്യങ്ങൾക്കും ഇടയിൽ വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇറാനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ഇറാനും ഇസ്രയേലുമായിട്ട് നല്ല രീതിയിലുള്ള ദൂരമുണ്ട്. പക്ഷേ ഇറാഖുമായിട്ട് നോക്കുമ്പോൾ അത്ര കണ്ട് ദൂരം വരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മാപ്പിലൂടെ. തീർച്ചയായിട്ടും ഇസ്രയേൽ ഇന്ന് പാലസ്തീനികളോട് ചെയ്യുന്ന ആ ഒരു ക്രൂരത അത് മുൻനിർത്തി തീർച്ചയായിട്ടും ഒരുപക്ഷെ സദാം ഹുസൈൻ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം തന്നെ ഇതിനെതിരെ ഉയർത്തിയാനെ. ഒരു പക്ഷേ ഇസ്രയേലും ഇറാഖും തമ്മിലുള്ളൊരു യുദ്ധത്തിലേക്ക് വരെ അത് ഒരു പക്ഷേ എത്തിച്ചേർന്നേക്കാം. അതിനിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് 1990കളിലാണ്. അത് ഗൾഫ് വാറിൻ്റെ സമയത്തുമാണ്. ആ സമയത്ത് ഇറാഖ് ഇസ്രയേലിലേക്ക് ഒരു അറ്റാക്ക് നടത്തുകയുണ്ടായി. അതായത് ഒരു സ്കഡ് മിസൈലാണ് അന്ന് ഇറാഖ് ഇസ്രയേലിന് മേൽ പ്രയോഗിച്ചത്. ഓർക്കണം, ആ സമയം ആലോചിച്ചോണം. ഗൾഫ് വാറിൻ്റെ സമയം 1990 ആ കാലഘട്ടവുമാണ്. അതായത് US-നും അതുപോലെ തന്നെ ഈ ഒരു സഖ്യസേനയ്ക്കുമെതിരെയുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് അന്ന് ഇസ്രയേലിലേക്ക് ആ ഒരു അറ്റാക്ക് നടന്നത്. അതായത് അന്ന് ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ട് തന്നെ ഈ ഇറാഖ് എന്ന് പറയുന്ന രാജ്യം പാലസ്തീനോടുള്ള ഐക്യദാർഢ്യമാണ് അവിടെ പ്രകടിപ്പിച്ചത്.
അന്ന് ഇറാഖിൻ്റെ ആ ഒരു ആക്രമണത്തിൽ 13 പേരാണ് മരിച്ചു വീണത്. തീർച്ചയായിട്ടും സദാം ഹുസൈൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു സാഹചര്യം മൊത്തം മാറി. മിഡിൽ ഈസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു വ്യത്യസ്തമായൊരു മിഡിൽ ഈസ്റ്റ് തന്നെ നമുക്ക് ഒരുപക്ഷെ കാണാൻ സാധിച്ചേനെ. വീണ്ടും പറയുന്നു, ഇത് വെറും ഒരു ഭാവനാത്മകമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. സോ ആ ഒരു സെൻസിൽ മാത്രം ഇവിടെ പറഞ്ഞ ഒരു നിർദ്ദേശങ്ങൾ പല ന്യൂസ് ഏജൻസികളും മറ്റേതുമെല്ലാം റെഫർ ചെയ്തിട്ടാണ് പറഞ്ഞത് എങ്കിൽ പോലും ആ ഒരു സെൻസിൽ മാത്രം ഒരു ഭാവനാത്മകമായൊരു സെൻസിൽ മാത്രം ഇതിനെ കാണുക. നമസ്കാരം.